ഹലോ, ഇത് നിങ്ങളുടെ വളയാണോ? അല്ല. ഓ, കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഹലോ ഹലോടാ, ഒരു കോളത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ താഴത്തെ വീട്ടിലെ കടക്കാരനില്ലേ, അയക്കൊരു സ്വർണ്ണവള കിട്ടി. അയക്ക് വള കിട്ടിയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അതൊക്കെ പറയാം, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓക്കെ, ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ. ഞാൻ എൻ്റെ പേഴ്സ് വണ്ടി വെച്ചൊന്ന് എടുത്തിട്ട് വരാൻ പോവാണേ. ഹലോ, എൻ്റെ ഒരു വള ഇന്ന് ഇവിടുന്ന് കാണാതായിരുന്നു. ഇയാൾ ഇന്നിവിടെ വന്നിരുന്നോ? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. ഞാനൊരു റെഡ് ബുൾ എനർജി ഡ്രിങ്ക് വാങ്ങാൻ വന്നായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് സീ ഇറ്റ്, സോ ഐ ലെഫ്റ്റ്. ഇയാൾ എന്നെ കണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. ഓക്കെ. ഈ വളയിലുള്ള പേരാരുടെയാ? എൻ്റെയാ? ഈ പെണ്ണിൻ്റെ പേരോ? എൻ്റെ മോളുടെ എന്നാ പറയാൻ വന്നത്. എന്നാ പറ, എന്താ മോളുടെ പേരെന്ന്? എന്തേ, അറിയില്ലേ? അറിയാം, പക്ഷെ ആദ്യത്തെ ആളുടെ ആണോ രണ്ടാമത്തെ ആളുടെ ആണോ എന്നൊരു കൺഫ്യൂഷൻ. തനിക്ക് എത്ര വയസ്സായി? 21 വയസ്സുണ്ട്, 2 പിള്ളേരും ഉണ്ടല്ലേ? എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. എന്നാ ഫാസ്റ്റായിട്ട് ഈ വളയിലുള്ള പേരെന്താന്ന് പറ. കണ്ണകി. എന്ത്? സോറി, എൻ്റെ രണ്ടാമത്തെ മോളുടെ പേര് പറഞ്ഞു പോയി. ഓക്കെ, എന്നാൽ ഇതിലുള്ള മോളുടെ പേര് പറ. അപ്പോൾ പേര് പറഞ്ഞാലേ എൻ്റെ വള തരുവുള്ളല്ലേ? പേര് പറഞ്ഞാലേ തരത്തുള്ളൂ. കൃഷ്ണമണി. അല്ല. അപ്പോൾ തനിക്ക് അറിയില്ല ഇതിലുള്ള പേരേതാണല്ലേ? ശരി. പ്രാവാക്ഷി. എൻ്റെ മോളുടെ പേര് പ്രാവാക്ഷി. പ്രാവാക്ഷിയോ? പ്രാവലടാ, ഒട്ടകപക്ഷി, മരമണ്ടൻ. മീനാക്ഷിയാടാ പൊട്ട. ഓ, അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയായിരുന്നല്ലേ? കാണിച്ചു തരാം.